ലോകത്ത് 4 യഹൂദന്മാർ വിപ്ലവം ഉണ്ടാക്കി എന്ന് പറയാറുണ്ട്. ഒന്നാമത്തെയാൾ ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അദ്ദേഹം ഉണ്ടാക്കിയത് ശാസ്ത്ര വിപ്ലവമാണ്. രണ്ടാമത്തെയാൾ കാറൽ മാർക്സ് ആണ്. അദ്ദേഹം ഉണ്ടാക്കിയത് സാമ്പത്തിക വിപ്ലവമാണ്. മൂന്നാമത്തെയാൾ മനഃശാസ്ത്രജ്ഞന്റെ പരകോടിയിൽ അറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹം ഉണ്ടാക്കിയത് മനഃശാസ്ത്ര വിപ്ലവമാണ്. എന്നാൽ നാലാമത്തെയാൾ മേൽപ്പറഞ്ഞ എല്ലാവരേക്കാൾ മുകളിൽ യേശു ക്രിസ്തുവാണ്. അദ്ദേഹം സൃഷ്ടിച്ചത് സ്നേഹത്തിൻ്റെ വിപ്ലവമായിരുന്നു. സ്നേഹത്തിൻ്റെ മഷി കൊണ്ടെഴുതിയ സുവിശേഷം കാലത്തിൻ്റെ തേരോട്ടത്തിൽ ഒരിക്കലും മായാതെ മങ്ങാതെ എല്ലാ ചരിത്രത്തിലും അത് വെളിച്ചം വീശുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവസ്നേഹത്തെ രുചിക്കുന്ന വസന്തകാലമാണ് നോമ്പ്. ക്രൂശ് ദൈവസ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. ലെൻഡ് എന്ന ഇംഗ്ലീഷ് പദത്തിന് വസന്തം എന്നാണല്ലോ അർത്ഥം. നോമ്പ് വസന്തമാണ്. ടു സ്പ്രിങ് ഔട്ട് എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. വേപ്പുമരം പൂക്കുന്നത് വേനലിൻ്റെ ഉച്ചയിലാണ് എന്ന് കവി പാടിയിട്ടുണ്ട്. വേനലിൻ്റെ മൂർധന്യത്തിൽ പൂത്തുവിടരുന്ന ചില മരങ്ങളുണ്ട്. ക്രൈസ്തവൻ വേപ്പുമരമാണ്. 50 ദിവസത്തെ ദിനരാത്രങ്ങൾക്കൊടുവിൽ ലാസറിന്റെ കുഴിമാടത്തിൽ മുഴങ്ങിയൊരു ശബ്ദം നോമ്പ് നോൽക്കുന്ന ഭക്തന്റെ ഹൃദയാന്തർഭാഗത്ത് മുഴങ്ങുന്നുണ്ട്. അതിങ്ങനെയാണ്: ലാസറേ പുറത്തുവാ. ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നും ആന്തരിക മനുഷ്യൻ പുറത്തു വരുന്ന നേരമാണ് നോമ്പ്. ഓരോരുത്തരുടെയും പ്രാകൃത മനുഷ്യനെ കടഞ്ഞുമാറ്റി വകഞ്ഞുമാറ്റി ആന്തരിക മനുഷ്യൻ പുറത്തു വരുന്ന നേരമാണ് നോമ്പ്. എന്താണ് നോമ്പ് എന്നതിന് വിശുദ്ധ വചനത്തിൽ ഏറെ ചാരുതയോടെ വിളങ്ങി നിൽക്കുന്ന ഒരു വേദവാക്യമുണ്ട്. ബാബിലോണിലെ കൊട്ടാരത്തിൽ സുഖസാധ്യതകൾ അതിൻ്റെ പരകോടിയിൽ നിൽക്കുമ്പോഴും ദാനിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ഹൃദയത്തിൽ നിരൂപിച്ച ഒരു അനുഭവമുണ്ട്, അവസ്ഥയുണ്ട്. അതിൻ്റെ പേരാണ് നോമ്പ്. സാധ്യതകൾ അനുകൂലമായിരിക്കെ, സുഖസാഹചര്യങ്ങൾ അനുകൂലമായിരിക്കെ തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ഹൃദയത്തിൽ നിരൂപിക്കുന്നതിൻ്റെ പേരാണ് നോമ്പ്. സഹോദരങ്ങളെ, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ 3 വർഷത്തേക്ക് അറേബ്യയിലേക്ക് പിൻവാങ്ങുന്ന ഒരു ചരിത്രമുണ്ട്. ദമസ്കോസിൽ ദൈവത്തെ മുഖാമുഖം കാണുന്ന, യേശുക്രിസ്തുവിനെ മുഖാമുഖം കാണുന്ന പൗലോസ്ലീഹ അറേബ്യയുടെ മണലാരണ്യത്തിലേക്ക് പിൻവാങ്ങുന്നുണ്ട്. ആ പിൻവാങ്ങലിൻ്റെ പേരാണ് നോമ്പ്. അവിടെ പറയുന്നുണ്ട്, ഞാൻ മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല ഞാൻ അറേബ്യയിലേക്ക് പിൻവാങ്ങാൻ. നോമ്പ് ഒരു അറേബ്യയാണ്. മാംസരക്തങ്ങളോട്, നമ്മുടെ ജഡരക്തങ്ങളോട് ആലോചിച്ചാൽ ഈ പിൻവാങ്ങൽ നടക്കുകയില്ല. നമുക്ക് സുഖമില്ല, വയ്യ, പറ്റില്ല എന്നൊക്കെ നമ്മുടെ ശരീരം, മാംസരക്തങ്ങൾ പറയും. പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ച അവസ്ഥയാണ് നോമ്പെങ്കിൽ, മാംസരക്തങ്ങളോട് ആലോചിക്കാതെ ആത്മാവിൻ്റെ ഇച്ഛാശക്തിയാൽ അറേബ്യയിലേക്ക് പിൻവാങ്ങുന്നതാണ് നോമ്പെങ്കിൽ, ഒരു വസന്തകാലമാണ് നോമ്പെങ്കിൽ, വേപ്പുമരം പൂക്കുന്ന കാലമാണ് നോമ്പെങ്കിൽ, ഈ പരിശുദ്ധ നോമ്പിൽ, ഈ 40 നോമ്പിൽ വേദപുസ്തകത്തിൽ നിന്ന് ഒരു 40 ദിവസങ്ങളെ, സമഗ്രമായ നോമ്പിൻ്റെ 40 ദിവസങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തി 2 ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെയാണ്: യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനുവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനുവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു.
വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. ഈ വേദവാക്യം പരിചയമുള്ളതാണ്. ഞാൻ എന്തിനാണ് ഇന്ന് ഈ വേദവാക്യം എടുത്തത് എന്ന് ചോദിച്ചാൽ, അനുതാപത്തിൻ്റെ ആഴം ഇത്ര സമഗ്രമായി പ്രതിപാദിക്കുന്ന മറ്റൊരു 40 ദിനം വിശുദ്ധ വചനത്തിൽ കാണുമോ? എനിക്കറിയാൻ പാടില്ല. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുക്കുന്ന, ഒരു ജനത മുഴുവൻ ഒരുപോലെ നോമ്പ് നോൽക്കുന്ന, ഇത്രമാത്രം വലിയ ആത്മതപനത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ, തിരിച്ചുവരവിൻ്റെ, വീണ്ടെടുക്കലിൻ്റെ 40 ദിനരാത്രങ്ങൾ നാം മറ്റെങ്ങും വിശുദ്ധ പുസ്തകത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നിനിവേ നഗരം നമ്മുടെ ജീവിതത്തിന് 40 നോമ്പിന് നൽകുന്ന 2 ചിന്തകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു ജനത മുഴുവൻ ഒരു പുത്തൻ ശീലത്തിൻ്റെ ചുവട് പിടിച്ച് ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്ത 40 ദിവസത്തിൻ്റെ കഷ്ടതകൾ. പ്രിയപ്പെട്ടവരെ, ഈ 40 ദിനരാത്രങ്ങൾ നിനിവേ നഗരം വർത്തമാനകാലത്തിന് തരുന്ന 2 സന്ദേശങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. യോന, ഏലിയാവ് ഉയർപ്പിച്ച സാരഫത്തിലെ വിധവയുടെ മകനാണെന്ന് ഒരു പക്ഷമുണ്ട്. അല്ല, ഏലീശായുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാളാണെന്ന് മറുപക്ഷമുണ്ട്. എന്തായിരുന്നാലും ഈ നിനിവയുടെ അനുതാപം നോമ്പിന് ഒരു മാതൃകയാണെങ്കിൽ, ഈ നിനിവേ നഗരത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. നിനിവയുടെ അശൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണല്ലോ നിനിവേ. പഴയ നിയമ ചരിത്രത്തിൽ പ്രധാനമായും 3-4 സാമ്രാജ്യത്വ ശക്തികളെങ്കിലും ഇസ്രായേലിൻ്റെ മേൽ കുതിര കയറിയിരുന്നു, അവരെ ഭരിച്ചിരുന്നു. അതിലാദ്യത്തേത് മിസ്രൈമാണ്. പുറപ്പാട് കാലം നിങ്ങൾക്കറിയാം. മറ്റൊന്ന് അസീറിയ ആണ്, അശൂർ. BC 900 മുതൽ 607 വരെ, ഏതാണ്ട് 300 വർഷത്തോളം ഒരു വലിയ ശക്തിയായി പ്രതാപമാർന്ന് നിലനിന്ന സാമ്രാജ്യമാണ് അസീറിയ. അതിനുശേഷം ബാബിലോൺ സമഗ്ര ശക്തിയായി മാറി. പിന്നീട് ഗ്രീക്ക് കാലമുണ്ട്. ക്രിസ്തുവിൻ്റെ കാലം വന്നപ്പോൾ റോമൻ അധിനിവേശമായി. ചുരുക്കത്തിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെയും അസീറിയയുടെയും ബാബിലോണിൻ്റെയും ഗ്രീസിൻ്റെയും റോമിൻ്റെയും ഒക്കെ അടിമത്തത്തിൽ സങ്കടപ്പെട്ട നൂറ്റാണ്ടുകളുടെ ചരിത്രം പഴയ നിയമത്തിനുണ്ട്. അതിൽ അസീറിയയുടെ കാലം 900 മുതൽ 607 വരെയാണ്. ഈ നിനിവേക്കാരെന്ന് പറയുന്നത് നോഹയുടെ പുത്രനായ 3 മക്കളാണല്ലോ, ഷേം, ഹാം, യാഫത്ത്. അതിൽ ഹാമിൻ്റെ തലമുറയാണ് നിമ്രോദ് ഒക്കെ. ആ തലമുറയാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ അത് ആദ്യം കാണുന്നുണ്ട് നിനിവേയെക്കുറിച്ച്. ബാബിലോൺ തലസ്ഥാനമായിരുന്ന ബാബേൽ നഗരത്തിൽ നിന്ന് വടക്കുമാറി യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ തീരത്ത് നദീതടത്തിൽ പണിയപ്പെട്ട വളരെ പ്രസിദ്ധമായ നഗരമാണ് നിനിവേ. ഗ്രേറ്റർ നിനിവയുണ്ട്, പ്രോപ്പർ നിനിവയുണ്ട്. ഗ്രേറ്റർ നിനിവേ 30 മൈൽ നീളവും 10 മൈൽ വീതിയും. അതിൻ്റെ ഉള്ളിൽ പ്രോപ്പർ നിനിവേ 3 മൈൽ നീളവും 1.5 മൈൽ വീതിയും. ചുറ്റിലും 100 അടി പൊക്കമുള്ള വലിയ മതിലുകൾ, കോട്ടമതിലുകൾ. മതിലിന് മുകളിൽ ഒരേ സമയം 4 രഥങ്ങൾക്ക് വരെ യാത്ര ചെയ്യാവുന്ന ഘനമുണ്ടായിരുന്നു ഈ മതിലുകൾക്ക്. ചുറ്റിലും 5 കോട്ടമതിലുകൾ, വെള്ളം നിറച്ച 3 കിടങ്ങുകൾ, അകത്ത് മനോഹരമായ കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും, സിംഹപ്രതിമകളും കാളപ്രതിമകളും, വെള്ളാരക്കല്ലുകൾ പാകിയ വെണ്ണക്കല്ല് കൊണ്ടുള്ള സ്തൂപങ്ങൾ, 70 മനോഹരമായ ഹാളുകൾ, അതിനിടയിൽ സാർഗൻ ദേവന്റെ മനോഹരമായ ക്ഷേത്രം. എന്ന് പറഞ്ഞാൽ ആർക്കും ഉപദ്രവിക്കാനൊക്കാത്ത വിധം ശക്തവും സുശക്തവുമായിരുന്ന നിനുവേ. ആ നിനുവേ നഗരം എല്ലാക്കാലത്തും അഹങ്കരിച്ചിരുന്നു. ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാനാവില്ല, ഞങ്ങൾ ആർക്കും കീഴ്പ്പെടില്ല, ഇത്രമാത്രം സെക്യൂർഡാണ് ഞങ്ങൾ, ഇത്രമാത്രം സുരക്ഷിതത്വമാണ് ഞങ്ങൾ.
പ്രിയപ്പെട്ടവരെ, കൂടെ കൂടെ അതുകൊണ്ട് നിനുവെ ചുറ്റുമുള്ള നഗരങ്ങളെയൊക്കെ രാജ്യങ്ങളെയൊക്കെ അസീറിയ ആക്രമിക്കും, കൂട്ടത്തിൽ ഇസ്രായേലിനെയും. അവിടെയാണ് ഈ നിനുവെ നോമ്പിലേക്ക് വീഴുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തുകൊണ്ട് ഈ നിനുവയെക്കുറിച്ച് പറഞ്ഞു? ലോകം വല്ലാതെ വിറങ്ങലിച്ചൊരു കാലമാണ് 2020 2021 മറ്റും. മനുഷ്യൻ ജീവിതത്തിന്റെ കുതിച്ചുചാട്ടങ്ങളിലൂടെ കടന്നുപോയ കാലമാണ്. ഹൂ ഈസ് യാഹ്വേ എന്ന് വെല്ലുവിളിക്കുന്ന ഫറവോന്റെ കാലമാണ്. ഗുരുത്വക്കേട് ഇരുന്നു വാങ്ങുന്ന കാലമാണ്. ദൈവത്തെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന മനുഷ്യന്റെ കാലമാണ്. എൻ്റെ നേട്ടങ്ങളിൽ അഹങ്കരിക്കുന്ന മനുഷ്യന്റെ കാലമാണ്. ജീവിതം എൻ്റേത് മാത്രമാണെന്ന് മനുഷ്യൻ വീമ്പ് പറയുന്ന കാലമാണ്. ആർക്കും ആരോടും പ്രതിബദ്ധതയില്ലാതെ ദൈവാനുഭവം കുറഞ്ഞു വരുന്നൊരു കാലമാണ്. നിനുവയുടെ പ്രതാപം പോലെയായിരുന്ന മനുഷ്യവർഗത്തിന്റെ മേൽ മഹാമാരികൾ പെയ്തിറങ്ങിയ കാലത്തിൽ നിനുവയുടെ അനുതാപം നോമ്പിനോട് മാതൃകയാണ്. 300 വർഷം ആർക്കും തോൽക്കാൻ, ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ മനസ്സില്ലാതെ നിന്ന നിനുവേ. ആധുനിക മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ആരുടെയും മുമ്പിൽ തോൽക്കാൻ മനസ്സില്ലാതെ നിൽക്കുമ്പോൾ നിനുവേ നഗരം, നിനുവേ പട്ടണം അനുതാപത്തിന്റെ 2 മാതൃകകൾ പരിശുദ്ധ നോമ്പിന് 2 പാഠങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്തേത്, നിനുവേ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം, പരിശുദ്ധ നോമ്പ് കാലത്ത് നിനുവേ നൽകുന്ന ഒന്നാമത്തെ പാഠം, എ ലെസൺ ഓഫ് മോർട്ടാലിറ്റി. നശ്വരതയുടെ പാഠം നിനുവയുടെ നോമ്പ് നമുക്ക് മുൻപിൽ വെച്ചു നീട്ടുന്നുണ്ട്. ലെസൺ ഓഫ് മോർട്ടാലിറ്റി, നശ്വരതയുടെ പാഠം. ഞാൻ പറഞ്ഞില്ലേ എത്രമാത്രം സുരക്ഷിതമായിരുന്നു 300 വർഷം. സുഖലോലുപതയുടെ മടിത്തട്ടിലെ ജീവിതം. അവിടെയാണ് ജീവിതത്തിന്റെ നശ്വരത രുചിച്ചറിയുന്നത്. ആധുനിക ക്രൈസ്തവന്റെ ജീവിതം വല്ലാത്ത പ്രതാപത്തിൽ പുളഞ്ഞു നടക്കുമ്പോൾ, സ്വയം മറന്നു നിൽക്കുന്ന ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ ചരിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ഒരു നശ്വരതയുണ്ട്, നീ വീണുപോകും, നീ ആരുമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിനുവേ ഈ നോമ്പുകാലം. പരിശുദ്ധ നോമ്പിൽ നാം കാണുന്ന ഒരു ഭാഗമുണ്ട്. വ്യാഴാഴ്ച പ്രഭാതം, വലിയ നോമ്പിലെ വ്യാഴാഴ്ച പ്രഭാതത്തിൽ, മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ എന്ന് പാടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നാം മണ്ണാണെന്ന് ഓർക്കണമെന്നാണ് നിനുവെ പഠിപ്പിക്കുക, നോമ്പ് പഠിപ്പിക്കുക. വലിയ നോമ്പിൽ ഇങ്ങനെ പാടും, മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ. എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു ഖബറിനുള്ളിൽ കയറി കാണുക നീ. പ്രിയപ്പെട്ടവരെ, സെമിത്തേരിയാണ് നമ്മുടെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ജീവിതത്തിൽ ഒത്തിരി തലയുയർത്തി പിടിച്ചു നടന്ന ഒരുപാട് മനുഷ്യർ അവിടെ അന്തിയുറങ്ങുന്നുണ്ട്. ശാന്തമായി അല്പനേരം സെമിട്രിയിൽ ഇരുന്നാൽ തീർന്നു പോകാവുന്നതേയുള്ളൂ നമ്മുടെ സകല അഹന്തയും. അതുകൊണ്ടാണ് പറയുന്നത്, എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു ഖബറിനുള്ളിൽ കയറി കാണുക നീ. ആ കല്ലറയിലേക്ക് നീ ഒന്ന് നോക്കുമോ? കാരണം മണ്ണാൽ മനയപ്പെട്ടവനെ, മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യ, നോമ്പുകാലം നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഉന്നതരെ താഴ്ത്തുന്നൊരു ദൈവമുണ്ട്, നീ വെറും മണ്ണാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കണം, എത്ര ദിക്കുകളുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ശ്രോതാക്കൾ ഉത്തരം പറയും, 4 ദിക്കുകളുണ്ടെന്ന് പറയും. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. എന്നാൽ അങ്ങനെയുമല്ല, ഒന്നുകൂടെ ചോദിച്ചാൽ പറയും 4 ദിക്കുകളല്ല, 8 ദിക്കുകളുണ്ടെന്ന്. ഹൈന്ദവ പാരമ്പര്യത്തിലൊക്കെ അഷ്ടദിക്പാലകൻ എന്ന് പറയുന്ന ദേവസങ്കല്പമുണ്ട്. അതേതാണ്? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് കൂടാതെ
തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് വടക്ക്, ഈ ദിക്കുകൾക്കിടയിൽ ഓരോ ദിക്കും 8 ദിക്കുകളുണ്ട്. എന്നാൽ ഇത്തിരി കൂടെ ചിന്തിച്ചാൽ പറയാം 8 ദിക്കുകളല്ല, 11 ദിക്കുകളുണ്ട്. 9ാമത്തെ ദിക്ക് എവിടെയാ? 4 വശവും കൈ ചൂണ്ടി, ഇനി കൈ ചൂണ്ടാനില്ല. 9ാമത്തെ ദിക്ക് സ്വർഗമാണ്. സ്വർഗമാണ്. ഉയരങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളിൽ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. 10ാമത്തെ ദിക്ക് മണ്ണാണ്. നീ മണ്ണാണെന്നുള്ളൊരു ബോധ്യം, ഞാൻ മണ്ണാണെന്നുള്ളൊരു ബോധ്യം. 11ാമത്തെ ദിക്ക് അവനവൻ്റെ ഹൃദയമാണ്, അവനവൻ്റെ ഉള്ളറയാണ്. 9ഉം 10ഉം 11ഉം ദിക്കുകൾ സ്വർഗവും ഭൂമിയും അവനവൻ്റെ ഹൃദയവുമാണ്. മണ്ണിലേക്ക് നോക്കുമോ? 90ാം സങ്കീർത്തനം 12ാം വാക്യത്തിൽ മോശ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. പ്രിയപ്പെട്ടവരെ, വർഷം എണ്ണുമ്പോൾ നമുക്ക് ഒത്തിരി ഉണ്ടെന്ന് തോന്നും. ഇനിയിപ്പോൾ ഇത്ര വർഷമൊക്കെ എനിക്ക് ജീവിക്കാമല്ലോ, ഇത്ര വയസ്സല്ലേ ആയുള്ളൂ. എന്നാൽ ദിവസങ്ങൾ എണ്ണി നോക്കിക്കേ. 10 വർഷം എന്ന് പറയുമ്പോൾ 3600 ശിഷ്ടം ദിവസമല്ലേ ഉള്ളൂ. ദിവസങ്ങൾ എണ്ണുമ്പോൾ അതിങ്ങനെ പരമാവധി നമ്മുടെ ജീവിതം 10,000 25,000 ഒക്കെ ദിവസങ്ങൾ നീളുന്ന ഒരു പ്രയാണം മാത്രമാണ്. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. ജീവിതം ഇങ്ങനെയുള്ളൂ. മോശയ്ക്ക് 2 ആൺമക്കളാണ്, ഗർഷോമും എലയാസറും. മോശയുടെ മകൻ ഗർഷോം, ആ വാക്കിന്റെ അർത്ഥം പരദേശി എന്നാണ്. ലോകത്തൊരു മനുഷ്യനും മകൻ അങ്ങനെ പേരിടില്ല. പരദേശി അതൊരു നെഗറ്റീവ് നെയിമാണ്. അതൊരു നിത്യതയെ സൂചിപ്പിക്കില്ല, അതൊരു താൽക്കാലികതയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഗർഷോം. എന്നാൽ ജീവിതം മുഴുവൻ പരദേശവാസമാണെന്ന് അറിഞ്ഞ ഒരു മനുഷ്യനാണ് മോശ. പേറ്റുപായ മുതൽ പിസ്ക മലമുകൾ വരെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ജീവിതം നഷ്ടപ്പെട്ട, തട്ടിത്തെറിപ്പിക്കപ്പെട്ട, ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ, എന്തിനേറെ പറയുന്നു, അവസാന നാളുകളിൽ താൻ 40 വർഷം സ്വപ്നം കണ്ട് നടന്ന വാഗ്ദത്ത ഭൂമിയുടെ പടിവാതുക്കൽ ജീവിതത്തിലേക്ക് പിന്മാറേണ്ടി വന്ന മോശ. എല്ലാം കൺമുമ്പിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് പറയുക, ഗർഷോം എൻ്റെ മകൻ. സ്വന്തം മകൻ അങ്ങനെയാണ് പേരിടുക, പരദേശി. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഗർഷോമാണ്. ഞാനും നിങ്ങളും ഒരു പരദേശിയാണ്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. 4 വിരൽ എന്ന് പറയുമ്പോൾ കണ്ണിന്റെ മുന്നിലെ അപൂർണതയല്ലേ? 5 വിരൽ ഒരു പൂർണ്ണതയാണ്. കണ്ണിന്റെ മുന്നിലെ അപൂർണതയാണ് 4 വിരലെങ്കിൽ ഓർക്കണം, ജീവിതത്തിന്റെ ഓട്ടം ഇത്ര മാത്രമേ ഉള്ളൂ. പ്രതാപത്തിൽ പുളകിമറിഞ്ഞ, പ്രതാപത്തിൽ വല്ലാതെ പൊളച്ചുപോയ നിനിവേ പറയുന്നു, നശ്വരതയുടെ പാഠം പഠിപ്പിക്കുന്നു. വലിയവനും ചെറിയവനും ഒരുപോലെ 40 ദിവസം നോമ്പ് നോൽക്കുകയാണ്. ജീവിതത്തിന്റെ ക്ഷണികതയെ ഇത്രത്തോളം ബോധ്യപ്പെട്ടൊരു കാലം എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജീവിതകാലത്തുണ്ടായിട്ടുണ്ടോ? ആയിരങ്ങൾ, ലക്ഷങ്ങൾ ഇറ്റലിയിലും അമേരിക്കയിലും ചൈനയിലും തുടങ്ങി നമ്മുടെ കൊച്ചു കേരളത്തിലും UAE-യിലും എവിടെയും കൊല്ലപ്പെട്ട ഈ നാളുകൾ, ജീവിതത്തിന്റെ ക്ഷണികത ഇത്രയും ബോധ്യപ്പെട്ട കാലം. ബുദ്ധമതം പറയും ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. 1, സർവം ശൂന്യം, എല്ലാം ശൂന്യമാണ്. 2, സർവം ക്ഷണികം, എല്ലാം ക്ഷണികമാണ്, ഒന്നും സ്ഥിരമല്ല. 3, സർവം പ്രതീതി. പ്രതീതി എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്ന തോന്നലിനെയാണ് പ്രതീതി എന്ന് പറയുക. 4, സർവം നിരാത്മം, എല്ലാം ആത്മമാണ്. സർവം ശൂന്യം, സർവം ക്ഷണികം, സർവം പ്രതീതി, സർവം നിരാത്മം. ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് ഇതുപോലെ ബോധ്യപ്പെടേണ്ട ഒരു 40 നോമ്പ് നമ്മുടെ ആയുസ്സിൽ വന്നിട്ടുണ്ടാകില്ല. ശലോമോൻ പറയുന്നു, മായ സകലതും മായ. കത്തോലിക്ക പാരമ്പര്യത്തിൽ നോമ്പ് തുടങ്ങുന്നത് ബുധനാഴ്ചയാണ്, ആഷ് വെനസ്ഡേ. ശരീരത്തിൽ ചാരം പൂശും, ഭസ്മാന്തം ശരീരം. ഹൈന്ദവ പാരമ്പര്യം പറയും, ഒരാളെ മരിച്ചിട്ട് ദഹിപ്പിക്കുകയാണെങ്കിൽ ചാരം only 54 grams, 54 ഗ്രാം മാത്രം ആണ് ചാരം. അതുകൊണ്ട് എപ്പോഴും പറയും, ഇതം നമമ, ഇതെൻ്റേതല്ല ഈ ശരീരം,
ഈ ജീവിതം ഇങ്ങനെയല്ല. പ്രിയപ്പെട്ടവരെ, ചാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ആഷ് വെനസ്ഡേ. ജീവിതം ഇങ്ങനെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖിച്ചു പുളച്ച മനുഷ്യനാണ് ശലോമോൻ. കെട്ടി ഫറവോന്റെ മോളെ വരെ കയറി കല്യാണം കഴിച്ച് 700 പെണ്ണ് കെട്ടിയ പാർട്ടിയാണ്. ദന്തഗോപുരങ്ങൾ, മണിമാളികകൾ, രാജകൊട്ടാരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സിംഹാസനങ്ങൾ. അദ്ദേഹം പോകാത്ത സുഖത്തിന്റെ വഴി ഏതാണ്? ജീവിതത്തിന്റെ എല്ലാ സുഖവഴികളിലൂടെയും നിരന്തരം യാത്ര ചെയ്ത മഹാനായ ശലോമോൻ ജീവിതത്തിന്റെ തിരിച്ചറിവുകളിൽ അവസാനത്തെ നാളുകളിൽ എഴുതി വയ്ക്കുന്ന കുറിപ്പുകൾ സഭാപ്രസംഗി പുസ്തകമാണ്. ആവർത്തിക്കുന്ന ഒരു പാദമുണ്ട്, ഹാ മായ, സകലതും മായ. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ ഞാൻ കണ്ടിട്ടുള്ള സകലതും മായ അത്ര. എവരിതിങ് വാനിഷ്. ശലോമോൻ പറയുക. കുമാരനാശാൻ തൻ്റെ കരുണ എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട്, ഹാ സുഖങ്ങൾ വെറും ജാലം, ആരറിവൂ നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. ഹാ സുഖങ്ങൾ വെറും ജാലം. ഈ കാണുന്ന സുഖങ്ങളൊക്കെ വെറും ജാലമാണ്. ഭസ്മാന്തം ശരീരം. ഈ വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിനിവയുടെ പ്രതാപത്തിൽ പുളയ്ക്കുന്ന ആധുനിക സമൂഹം ഇതുപോലെ നശ്വരതയെക്കുറിച്ച് ബോധ്യപ്പെടേണ്ട ഒരു കാലം വന്നിട്ടില്ല. എല്ലാം അറിയാമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഞാൻ ആരോ ആണെന്ന് നിങ്ങൾക്കും എനിക്കും ഒരു തോന്നലുണ്ട്. നാം ആരുമല്ല. വെറുതെ ഉദാഹരണമായി പറഞ്ഞാൽ, എല്ലാം അറിയാമെന്ന് പറയുന്ന മനുഷ്യ, നിന്റെ കേൾവി ശക്തി പോലും 23,000 ഹെർട്സ് വരെ ഉള്ളൂ. അങ്ങനെ ഓരോന്നിനും ഓരോ അനുഭവമാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ. അപ്പം ഈ പ്രപഞ്ചത്തിലെ മറ്റു ചരാചരങ്ങൾക്കുള്ള കഴിവ് പോലും പലപ്പോഴും മനുഷ്യനില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കരുത്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ആരാ? 4 കാലിൽ തുടങ്ങി, പിന്നെ 2 കാലിൽ തുടർന്ന് 3 കാലിൽ അവസാനിക്കും. കൈയും കാലും കുത്തി ഇഴഞ്ഞു തുടങ്ങുന്ന ശൈശവം, 2 കാലിൽ തലവിരിച്ചു നടക്കുന്ന യൗവനം, വാർദ്ധക്യത്തിലൊരു വടികൂടെയാകുമ്പോൾ അത് 3 കാലായി. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് നോമ്പിൽ നാം ആവർത്തിച്ചു പാടുന്നത്, നിബിവാക്യം പോൽ ജനമെല്ലാം ജലബിന്ദുക്കൾ കോപ്പമതാ. ജനമെല്ലാം ജലത്തിന്റെ തുള്ളി പോലെയാണ്. പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ജീവിതം. പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്ന വെറും മൺകുടമാണ് നമ്മൾ. സാധാരണ പറയാറുണ്ട്, ഒരു മനുഷ്യൻ, ഒരു അഹങ്കാരി എപ്പോഴും ജീവിക്കുമ്പോൾ അയാളുടെ കൂടെ ഒരു ചോദ്യചിഹ്നം ഉണ്ടാവും. ആരുണ്ട് കാണട്ടെ, ആരുണ്ട് ചോദിക്കാൻ, ഒരു മറുതലിപ്പിന്റെ ചോദ്യചിഹ്നം. എന്നാൽ അറിവുള്ളവൻ ജീവിക്കുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൂടെ ഉണ്ടാകും, ഒരു ആശ്ചര്യചിഹ്നം. ജീവിതത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവമേ ഇത് അത്ഭുതം. ഓരോ പകലും അത്ഭുതം, ഓരോ രാവും അത്ഭുതം, ഓരോ പ്രഭാതവും അത്ഭുതം. മലയാള വ്യാകരണത്തിലെ 2 അടയാളങ്ങൾ പോലെ. അഹങ്കാരി, അഹംബോധമുള്ളവൻ ജീവിക്കുമ്പോൾ എപ്പോഴും ഒരു ചോദ്യചിഹ്നത്തിന്റെ കൂടെയാ ജീവിക്കുക. ഞാൻ ആരോ ആണെന്നുള്ള ചോദ്യചിഹ്നം, ആരുണ്ട് ചോദിക്കാനെന്നുള്ള ചോദ്യചിഹ്നം. പക്ഷെ അഹംബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വളരുന്ന ഒരാൾ, നോമ്പിന്റെ ലക്ഷ്യം അതാണല്ലോ. അഹംബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ അയാൾ എപ്പോഴും ഒരു ആശ്ചര്യചിഹ്നത്തിന്റെ കൂടെയാണ് ജീവിക്കുക. എൻ്റെ ജീവിതം ഒരു അത്ഭുതമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം. ഹിസ്കിയാ രാജാവ് തൻ മരിക്കത്തക്ക രോഗം പിടിച്ച് വിതുമ്പിക്കരയുന്നൊരു നേരമുണ്ട്. ജീവിതത്തിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ഹിസ്കിയാവ് ദൈവം 15 വർഷം കൂടെ ബോണസ് കൊടുക്കുന്നുണ്ട്, ആയുസ് നീട്ടിക്കൊടുക്കുമ്പോൾ. ഒരു ദൈവത്തിന്റെ മഹാകാരുണ്യമെന്ന് തിരിച്ചറിയുന്നുണ്ട്. യെശയ്യാവ് 38-ൽ മുഖം ചുവരിന് നേരെ തിരിച്ച് അലറിക്കരയുന്ന ഒരു ഹിസ്കിയാവിനെ കാണാം. നിനുവെ തിരിച്ചറിയുന്നുണ്ട്, ജീവിതം ഒരു ആശ്ചര്യമാണ്, ജീവിതം ഒരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, അത് ചെസ് ബോർഡ് പോലെയാണെന്ന് പറയാറുണ്ട്. ചെസ് ബോർഡിന്റെ പ്രത്യേകത എന്താ? ചെസ് കളി. അതിനകത്ത് തേരും കുതിരയും ബിഷപ്പും രാജാവും മന്ത്രിയും ഒക്കെ ഉണ്ട്. മുൻപിൽ അണിനിരത്താൻ കാലാളുണ്ട്. കറുത്ത കരുക്കളും വെളുത്ത കരുക്കളുമുണ്ട്. ഓരോന്നിനും ഓരോ അന്തസ്സാണ്. കാലാള് വെറും ചീപ്പാണ്, കാലാളിനെ പെട്ടെന്ന് വെട്ടിക്കളയാം. എന്നാൽ കുതിരയും രഥത്തെയും ഒക്കെ വെട്ടാൻ ഇത്തിരി പാടാണ്. എന്നാൽ ഈ മന്ത്രിയെയും രാജാവിനെയും ഒക്കെ വെട്ടിക്കളയാനൊക്കില്ല.
രാജാവിനെയൊക്കെ ചെക്ക് വിളിക്കാനേ ഒക്കെ ഉള്ളൂ. വളരെ റോയൽ പവറാണ്, റോയൽ പൊസിഷനാണ് ചുറ്റും സൈനികരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ചെസ് ബോർഡിലെ VIP-കൾ. ജീവിതം ഇങ്ങനെയാണ്. നാം വില കുറച്ച് കാണുന്നവരുണ്ട്, വില ഇട്ട് കാണുന്നവരുണ്ട്, നാം അത്ര ഗവനിക്കാത്തവരുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം ഈ ചെസ് ബോർഡ് മടക്കുന്നത് പോലെയാണ്. ചെസ് കളി കഴിയുമ്പോൾ ഈ ചെസ് ബോർഡ് മടക്കും. പിന്നെ ഈ കാലാളും രാജാവും എല്ലാം ഒരേ ചെപ്പിലാണ് അന്തി ഉറങ്ങുക, ഒരേ കോപ്പയ്ക്കുള്ളിലാണ്, ഒരേ ഡബ്ബിക്കുള്ളിലാണ് അന്തി ഉറങ്ങുക. ഓരോ മനുഷ്യ ജീവിതത്തിനും ഈ ചെസ് ബോർഡ് ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിനൊരു പാഠമാണ് ചെസ് ബോർഡ്. വെറും മൺകുടമാണ് ഞാനെന്നുള്ള ബോധ്യം വേണം. നിനുവേ അത് തിരിച്ചറിയുന്നുണ്ട്. 40 നോമ്പ് ലെസൺ ഓഫ് മോർട്ടാലിറ്റിയാണ്, നശ്വരതയുടെ പാഠമാണ്. എല്ലാവരും ഒരേപോലെ രട്ടെടുത്തു. പ്രിയപ്പെട്ടവരെ, ചെറുകാരണങ്ങൾ കൊണ്ട് നോമ്പിനെ നാം മാറ്റിവെച്ചിരിക്കുന്നു. അടുത്ത വർഷം നാം ഉണ്ടോ അറിയില്ല. നിനുവയിൽ പൈതങ്ങൾ, മൃഗങ്ങൾ എല്ലാവരും. സഹോദരങ്ങളെ, ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണ പറയും, മനസ്സ് ഒരു കാൽക്കുലേറ്ററാക്കി മാറ്റി നോക്കിയാൽ മതി. നമ്മിൽ നിന്ന് ദൈവകൃപയൊന്ന് കുറച്ച് നോക്കിയാൽ മതി. നാം ആരുമല്ല എന്ന് തിരിച്ചറിയും. മോശ എന്ന മനുഷ്യനിൽ നിന്ന് ദൈവകൃപ കുറച്ചാൽ മോശ വെറും വിക്കനാണ്. എന്നാൽ വിക്കൻ പ്ലസ് ദൈവകൃപ മോശ. ഓർക്കുക, പത്രോസിൽ നിന്ന് ദൈവകൃപ കുറച്ചാൽ വെറും മുക്കുവനാണ്. മുക്കുവൻ പ്ലസ് ദൈവകൃപ പത്രോസ്. ഇത്രയാണ്. നമ്മിൽ നിന്ന് ദൈവകൃപ കുറച്ചാൽ എന്തോ ഉണ്ട്. ദാവീദിൽ നിന്ന് ദാവീദ് മൈനസ് ദൈവകൃപ, ആട്ടിടയൻ, കേവലം ഒരു ഇടയൻ. എലീശായിൽ നിന്ന് ദൈവകൃപ കുറച്ചാൽ കേവലം ഒരു കാളക്കാരൻ. പൗലോസ് ശ്ലീഹായിൽ നിന്ന് ദൈവകൃപ കുറച്ചാൽ കേവലം ഒരു ഗുണ്ട, ക്രിമിനൽ. ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകത്തിൽ, ഈ വിശുദ്ധ പുസ്തകത്തിൽ 1000 ജീവിതങ്ങളുണ്ട്. ദൈവകൃപ കുറച്ചാൽ വെറും ചീപ്പ അവരെല്ലാം. ഒരു വിലയുമില്ലാത്ത പ്രാകൃത മനുഷ്യരാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ദൈവകൃപയൊന്ന് കുറച്ച് നോക്കിക്കേ. നാം ആരായിരുന്നേനെ? നാം ആരുമല്ല. നാം ആരുമായിരിക്കുന്നില്ല. ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം കൊണ്ടുവന്നതാണെന്ന് തിരിച്ചറിയുമോ സ്നേഹിത? കരങ്ങൾ കൂപ്പി നന്ദി പറയാനുള്ള നേരമാണ് നോമ്പ്. നമ്മുടെ ശരീരം 93% വെള്ളമാണ്. ബാക്കി 7% ചില മൂലകങ്ങളാണ്. കുറേ 93% വെള്ളവുമാണ്. കുറേ സ്രവങ്ങൾക്ക് മീതെയുള്ള ഒരു തുകലുടുപ്പ് മാത്രമാണ് ശരീരം. പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്തു സംഭവിച്ചു, കേട്ടുകേൾവിയില്ലഹോ. വലിയ മനുഷ്യരെന്നൊക്കെ പറഞ്ഞവരെവിടെ? സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങി ആദിയായ വിജ്ഞരും വലിയ മനുഷ്യരെന്നൊക്കെ പറഞ്ഞു വരുന്നെവിടെ? ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. സെമിട്രി ഒരു പാഠമാണ്. ഓരോ മനുഷ്യന്റെയും ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് പ്രിയപ്പെട്ടവരെ സെമിത്തേരി. ലെസൺ ഓഫ് മോർട്ടാലിറ്റി, നോമ്പ്, നശ്വരതയുടെ പാഠം. ഒരു പിതാവ്, മരുഭൂമിയിലെ പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ നീ എന്താണ്? ആദാമിന്റെ മകനെ, നീ കേവലം കുറെ ദിനങ്ങൾ മാത്രമാണ്. ഓരോ ദിനം കഴിയുമ്പോഴും നിന്റെ ഒരു ഭാഗം തന്നെയാണ് കടന്നു പോകുന്നത്. ആദാമിന്റെ മകനെ, നീ കേവലം കുറെ ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമ്മളൊക്കെ കുറെ ദിവസങ്ങൾ മാത്രമാണ്. ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ ഒരു ഭാഗം തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒന്ന് പറയൂ, നമ്മൾ ചെറുതാകുകയാണോ വലുതാകുകയാണോ? ഓരോ ദിവസം നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു 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 വരികയാണ്. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കിക്കൊണ്ടു പറഞ്ഞു, മനുഷ്യ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. ചുമരിലോടുന്ന ക്ലോക്ക് നമ്മളോട് പറയുക, ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കിക്കൊണ്ടു പറഞ്ഞു, മനുഷ്യ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. നമ്മുടെ സമയം ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുക ക്ലോക്ക്. പറയൂ, നമ്മൾ വളരുകയാണോ ചെറുതാവുകയാണോ?
ജീവിതാവസാനം നമുക്കുണ്ടാകാൻ പോകുന്ന തിരിച്ചറിവ് എന്താ? ജീവിതാവസാനം നമുക്കുണ്ടാകാൻ പോകുന്ന തിരിച്ചറിവ് നാം വലുതെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെറുതാണെന്നും ചെറുതും പ്രാധാന്യം കൽപ്പിക്കാത്തതുമായ കുറേ കാര്യങ്ങളായിരുന്നു ശരിക്കും വലുതെന്നും നാം തിരിച്ചറിയുന്നൊരു മരണക്കിടക്കയുണ്ടാവുമത്രേ. നാം വലുതെന്ന് കരുതുന്നതൊക്കെ അപ്പോൾ ചെറുതായി തോന്നും. ചെറുതെന്നും അപ്രധാനമെന്നും കരുതിയതൊക്കെ അപ്പോൾ വലുതാണ് എന്ന് തോന്നും. അപ്പോൾ നാം ചിന്തിക്കും, മക്കളുടെ മൂല്യം രൂപപ്പെടുത്തുന്നതും വീടും അതിൻ്റെ പ്രാധാന്യവും ഒക്കെയാണ് എന്ന് ഒരു 25 വർഷം മുമ്പ് ആരെങ്കിലും നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. പലതിനെയും നാം ഗൗനിക്കാതെ വില കുറച്ച് കാണുകയാണ്. അവസാനിക്കുമ്പോൾ നാം ചിന്തിക്കും, ഞാനുണ്ടാക്കിയ ലാഭമോ ബിസിനസ് കാർഡിലെ പദവികളോ ഡിജിറ്റൽ കാർഡുകളോ ഒന്നുമല്ല, മറ്റെന്തൊക്കെയോ ആണ്. എന്താണ് ജീവിതം? ഈ അടുത്ത കാലത്ത് ആരോ പങ്കുവച്ചൊരു ചിന്തയുണ്ട്, ഒരു സന്യാസി പങ്കുവച്ചതാണ്. നാം എന്താണ്? നമുക്ക് പേരുണ്ട്, ഓരോരുത്തർക്കും പേരുണ്ട്, അത് നമ്മുടെ സ്വന്തമല്ല. ആരോ അങ്ങനെ നമ്മെ വിളിച്ചതാണ്. നമ്മുടെ പേര് നമ്മൾ കൊണ്ടുവന്നതല്ല, 28 കെട്ടിയപ്പോൾ ഇട്ടതാണ്. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, ആരോ നൽകിയതാണ്. നമുക്ക് ആദരവുകളുണ്ട്, ബഹുമാനം കിട്ടുന്നുണ്ട്, ആരോ നൽകുന്നതാണ്. നാം പിറന്നു വീണപ്പോൾ ഒരു തുള്ളി ജലം ആരോ നൽകിയതാണ്. ഇനി അവസാനം മരണസമയത്ത് യോഗമുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളവും ആരോ നൽകുന്നതാണ്. ജനിച്ച സമയത്ത് നമ്മെ ആരോ കുളിപ്പിച്ചു, ആരോ. ഇനി ഒരു കുളി കൂടി ബാക്കിയുണ്ട്, ആരോ, അറിയില്ല. നമ്മെ ആദ്യം തുണി ഉടുപ്പിച്ചത് ആരോ, അറിയില്ല. ഇനി ഒരു തുണി കൂടി വലിച്ചിടാനുണ്ട്, ആരോ. ചെറുതായിരുന്നപ്പോൾ നമ്മെ ആരോ താരാട്ടുപാടി ഉറക്കി. ഇനിയൊരു നിത്യയുറക്കത്തിന്റെ താരാട്ടുപാട്ടുണ്ട്, അത് ഒടുവിലത്തെ ചരമഗീതം, ആരോ. നാം ആദ്യം ഒരുങ്ങിയത് നാം ഒറ്റയ്ക്കായിരുന്നില്ല, ആരോ നമ്മെ അണിയിച്ചൊരുക്കി. ഇനി അവസാനം ആരൊക്കെയോ ചേർന്ന് നമ്മെ ഒരുക്കും. നാം ജീവിതത്തിൽ ഏറ്റവും മൂല്യം കൽപ്പിക്കുന്ന പണം, ധനം, നമുക്ക് വേണ്ടി ആദ്യം പണം ചെലവാക്കിയത് നാമല്ല, ആരോ. അവസാനം പണം ചെലവാക്കുന്നതും ആരോ. അപ്പൊ ജീവിതം, ഒരു സന്യാസി പറഞ്ഞ ഈ ചിന്ത എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ആരോ. നമ്മുടെ ജീവിതം ആരൊക്കെയോ ചേർന്ന് നിർണയിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ നശ്വരത ഓർക്കണം. ശലോമോന്റെ എക്സ്പീരിയൻസിൽ ശലോമോൻ പറയുന്നു, ഒക്കെ മായ. കണ്ണു നിറയാൻ കാരണങ്ങളുണ്ട്, നാം ഇപ്പോൾ ആയിരിക്കുന്നു. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നാം നിലനിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവിന്റെ കാരണം മതി കണ്ണു നിറയാൻ. പ്രിയപ്പെട്ടവരെ, മഹാകവി ഉള്ളൂര് പിങ്കള അദ്ദേഹത്തിന്റെ കൃതിയിൽ എഴുതിയിട്ടുണ്ട്, പൂമകനായാലും പുൽപ്പുഴുവായാലും ചാം ഇന്നോ നാളെയോ മറ്റന്നാളോ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പൂമകനായാലും പുൽപ്പുഴുവായാലും ചാം ഇന്നോ നാളെയോ മറ്റന്നാളോ. ലെസൺ ഓഫ് മോർട്ടാലിറ്റി നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നു. നശ്വരതയുടെ പാഠം, ഇതും കടന്നു പോകുമെന്ന്. ഞാൻ ആരായിരുന്നാലും ഈ വല്ലാത്ത വ്യാധിയുടെ കാലത്ത് നിനുവെ പട്ടണം പ്രതാപത്തിൽ നിന്ന് പരിതാപത്തിലേക്ക് വീണുപോയപ്പോൾ, വർത്തമാനകാല ലോകം പ്രതാപത്തിൽ നിന്ന് പരിതാപത്തിലേക്ക് വീണുപോയപ്പോൾ 40 ദിനരാത്രങ്ങൾ നശ്വരതയെക്കുറിച്ച്, മണ്ണാണെന്നുള്ള ബോധ്യം നമ്മെ പഠിപ്പിക്കുന്നു. പൊന്മേട തലയ്ക്കുമേൽ കാക്കതൻ കാഷ്ടം വീഴാം, നിമ്നമാം ഖനിക്കഹം ഹീരവും വിളഞ്ഞിടാം എന്ന് കവി പാടുന്നത് പോലെ, എത്ര വലിയ പൊന്മേട തലയായാലും കാക്കയുടെ കാഷ്ടം വീഴാം, സാധ്യതയാണത്. ജീവിതം ഏത് നിമിഷവും ഉടഞ്ഞു പോകാമെന്ന ഒരു മൺപാത്രമത്രേ. രണ്ടാമത്തെ പാഠം, 40 ദിനരാത്രങ്ങൾ, സമഗ്രമായ 40 നോമ്പ് നിനവയിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, ലെസൺ ഓഫ് മോർട്ടാലിറ്റി, നശ്വരതയുടെ പാഠം. കുഞ്ഞേ, നീ ഉടഞ്ഞു പോകുന്ന ജീവിതമാണ്. നിത്യമെന്ന് നീ വിചാരിക്കുന്നതൊന്നും നിത്യമല്ല. 2, ഈ 40 ദിനരാത്രങ്ങൾ നിനവെ പഠിപ്പിക്കുന്നു ലെസൺ ഓഫ് മിറാക്കുലസ് റിപ്പന്റൻസ്, അത്ഭുതകരമായ ആത്മതപനത്തിന്റെ പാഠം.
ലെസൺ ഓഫ് മിറാക്കുലസ് റിപ്പൻറ്റൻസ്, അത്ഭുതകരമായ ആത്മതപനത്തിന്റെ പാഠം. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നിനിവേ നിവാസികൾ യോനയുടെ ഭാഷയിൽ പറഞ്ഞാൽ അഗ്രചർമ്മികളാണ്, സ്വന്തം ജനമല്ലാത്തവരാണ്, മത്സരികളാണ്. യോനയ്ക്ക് അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ യോനയെ പോലും അത്ഭുതപ്പെടുത്തുന്ന അനുതാപത്തിലൂടെ, ഇതൊരു മനോഭാവമാണ്, മിറാക്കുലസ് റിപ്പൻറ്റൻസ്, അത്ഭുതകരമായ അനുതാപം, നിരുപാധികമായ അൺകണ്ടീഷണൽ റിപ്പൻറ്റൻസ്, നിരുപാധികമായ മാനസാന്തരം. പ്രിയപ്പെട്ട യോനയ്ക്ക് ഫ്ലെക്സിബിൾ റിപ്പൻറ്റൻസ് ആണ്, ചാഞ്ഞും ചരിഞ്ഞും പോകുന്ന, നിലപാടുകൾ മാറി മറിയുന്ന ഫ്ലെക്സിബിൾ റിപ്പൻറ്റൻസ് ആണ് യോനയ്ക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിനുവയുടേത് അൺകണ്ടീഷണൽ റിപ്പൻറ്റൻസ് ആണ്. നോമ്പുകാലത്ത് നമ്മുടേത് എങ്ങനെയാണ്? ഫ്ലെക്സിബിൾ റിപ്പൻറ്റൻസ് ആണോ? നോമ്പൊക്കെ നോക്കുമ്പോൾ തടി കുറയാൻ വേണ്ടിയൊക്കെ നോമ്പ് നോക്കുന്നവരുണ്ട്, ഭാരം കുറയാൻ വേണ്ടി. നോമ്പ് കഴിയുമ്പോൾ, ഈസ്റ്റർ കഴിയുമ്പോൾ തൂക്കമെടുത്തിട്ട് 8 കിലോ 10 കിലോ കുറഞ്ഞു എന്ന് പറയും. നല്ലതാണ്. പക്ഷെ പെന്തിക്കോസ്തി വരുമ്പോഴത്തേക്ക് 16 കിലോ കൂടും. നോമ്പ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യും, അതിൻ്റെയും കൂടെ നമ്മൾ വെട്ടിപ്പിടിക്കും. ഒരു സീസണൽ സ്പിരിച്വാലിറ്റി, ഒരു ഫ്ലെക്സിബിൾ സ്പിരിച്വാലിറ്റി, ഒരു ഫ്ലെക്സിബിൾ റിപ്പൻറ്റൻസ്. യോനയ്ക്ക് ഓരോ സമയം ഓരോ മുഖമാണ്. കടലിലെ മുഖം വിശുദ്ധ മുഖമാണ്, വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ. നിനുവയിലെ മുഖം പ്രവാചക മുഖമാണ്. ആവണക്കൻ്റെ ചുവട്ടിലെ മുഖം നിരാശയുടെ മുഖമാണ്. പതറ്റിക് ഫേസ് ഉണ്ട്, പാനിക് ഫേസ് ഉണ്ട്, പ്രൊഫറ്റിക് ഫേസ് ഉണ്ട്, സേക്രഡ് ഫേസ് ഉണ്ട് യോനയിൽ. നമുക്കുമുണ്ട്. ചില നേരങ്ങളിൽ നമ്മുടെ മുഖം വിശുദ്ധ മുഖമാണ്, ചില നേരങ്ങളിൽ നമ്മുടെ മുഖം വല്ലാത്ത പതറ്റിക് ഫേസ് ആണ്, ചിലപ്പോൾ പ്രൊഫറ്റിക് ഫേസ് നമുക്ക് വന്നേക്കാം. ഇങ്ങനെ മാറി മറിയുന്ന ആധ്യാത്മികത. പ്രിയപ്പെട്ടവരെ, എന്നാൽ അത്ഭുതകരമായൊരു ആത്മതപനം വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ, പുറപ്പാട് സംഭവത്തിൽ 9 തവണ ആവർത്തിക്കുന്നൊരു വാക്കുണ്ട്, ഒരു വാചകം. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ ആരാധനയ്ക്ക് വിട്ടയക്കണമെന്ന് മോശ ഫറവോനോട് ആവശ്യപ്പെടുമ്പോൾ ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കി. 9 തവണ ആവർത്തിക്കുന്നുണ്ട് ആ വാക്ക്. ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കി. ഇത്തിരി കഴിയുമ്പോൾ ഫറവോൻ വളരെ സോഫ്റ്റായിട്ട് മാറുന്നുണ്ട്. നമ്മിലൊക്കെ ഒരു ഫറവോയുടെ മുഖമുണ്ട്. വല്ലാതെ കഠിനമാകുന്ന ഹൃദയാന്തർഭാഗം, വല്ലാതെ കഠിനമാകുന്ന നിലപാടുകൾ, മനുഷ്യത്വമില്ലാത്ത നിലപാടുകൾ. യഹോവ ആര്? ഹൂ ഈസ് യാഹ്വേ എന്ന് ചോദിച്ച ഫറവോൻ, ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഫറവോൻ. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ മോശയോട് ഫറവോൻ വല്ലാതെ പറയുന്നുണ്ട്, വല്ലാതെ ചീറി പറയുന്നുണ്ട്, വല്ലാതെ ആക്രോശിച്ചു പറയുന്നുണ്ട്, ഇനി എൻ്റെ മുഖം കാണാതിരിക്കാൻ നീ സൂക്ഷിച്ചോണം. മോശയോട് പറയാ, ഹൃദയം കഠിനമാകുന്ന ഫറവോൻ. പക്ഷെ അവസാനം എന്നാ സംഭവിച്ചത്? കുറേ തവണ കഠിനമായ ഹൃദയമായി ജീവിച്ച ഫറവോൻ 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാ, മിസ്രൈമിലെങ്ങും മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായൊരു നിലവിളി ഉണ്ടായി. ലൗഡ് ക്രൈ ത്രൂ ഔട്ട് ദ ഹോൾ ലാൻഡ്. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായൊരു നിലവിളി. നെവർ ബീ നോർ വിൽ എവർ ബി അഗൈൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇങ്ങനെ കഠിനമായ ഹൃദയാനുഭവങ്ങളിലൂടെ, മാറി മറിയുന്ന അനുതാപത്തിലൂടെ, നാളെയാകട്ടെ. പൗലൂസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഫെലിക്സ് എന്ന് പറയുന്ന ദേശാധിപതി അപ്പോസ്തല പ്രവർത്തികൾ 26-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, ഇപ്പൊ പൊക്കോളൂ, അവസരമുള്ളപ്പോൾ വിളിപ്പിക്കാം. നാമും അങ്ങനെ തന്നെയാണ് നോമ്പിനോട് പറയുക. ഇപ്പൊ അങ്ങനെ പോട്ടെ, അവസരമുള്ളപ്പോൾ വിളിപ്പിക്കാം. നാമും അങ്ങനെ തന്നെയാണ് നമ്മുടെ ആരാധനയോട് പറയുക. ഇപ്പൊ അങ്ങനെ പോകട്ടെ, അവസരമുള്ളപ്പോൾ വിളിപ്പിക്കുക. അവസരം കിട്ടുമോ? ഇനി എൻ്റെ മുഖം നീ കാണാൻ വരരുത് എന്ന് മോശയോട് കഠിനമായി സംസാരിച്ചു. പ്രിയപ്പെട്ട ഒരു 9 തവണയും ഹൃദയം കഠിനമാക്കി. ക്ലൈമാക്സ് എത്താൻ ദൈവം നോക്കിയിരുന്നടാ. അതിന്റെ ക്ലൈമാക്സിൽ നീ എവിടെ വരെ പോകുമെന്ന് ദൈവം നോക്കുന്നുണ്ട്. ഉൽപ്പത്തി 15-ലുണ്ട്, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. ചിലരെവിടെ വരെ പോകുമെന്ന് തമ്പുരാൻ നോക്കും. നിനക്കുള്ള അടി വെച്ചിട്ടുണ്ട്, എനിക്കുള്ള അടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ 11:6 വായിക്കുന്നത്, മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായൊരു നിലവിളി. നെവർ ബീ നോർ വിൽ എവർ ബി അഗൈൻ. പ്രിയപ്പെട്ടവരെ,
കൺമുൻപിൽ വിധി കണ്ടാലും പരനെ വിഴുങ്ങും മാർത്യന്മാർ. സ്വന്തം കൺമുമ്പിൽ ന്യായവിധി കാണുമ്പോഴും മറ്റുള്ളവരെ വിഴുങ്ങാൻ തയ്യാറാകുന്ന ഫറവോമാർ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാറ്റിനോടും ക്ഷോഭിച്ച് ജീവിക്കുന്നവരുണ്ട്, എല്ലാറ്റിനോടും കലഹിച്ച് ജീവിക്കുന്നവരുണ്ട്, എല്ലാറ്റിനോടും പരിസരങ്ങളോട് മുഴുവൻ നെഗറ്റീവ് എനർജി സമ്മാനിച്ച് ജീവിച്ച് മറുതലിക്കുന്ന മനുഷ്യരുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. മിരിയാമും അഹറോനും അഹങ്കാരത്തിന്റെ പുറംകുപ്പായം ധരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളോ? ഞങ്ങൾ മുഖാന്തരവും പറഞ്ഞിട്ടില്ലേ? മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തതിന്റെ ചൊറുക്കാണ് നാത്തൂനും മൂത്ത ചേട്ടനും അഹറോനും മിരിയാമിനും. ഈ നാത്തൂൻ പോരെ പാളയത്തിന്റെ മധ്യ വരെ എത്തുക. അവിടെ ഇവർ രണ്ടുപേരും മൂത്ത പെങ്ങളും സഹോദരനോട് ചോദിക്കുകയാണ്, യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ? ദൈവത്തെ വെല്ലുവിളിക്കുന്ന മനുഷ്യൻ, ദൈവ പുരുഷനെ വെല്ലുവിളിക്കുന്ന മനുഷ്യൻ. അഹറോനും മിരിയാമും ഫലം നിങ്ങൾക്കറിയാം. മിരിയാം കുഷ്ഠരോഗത്തിലൂടെ വീണുപോവുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യം എങ്ങനെയാണ്? നാബാൽ ചോദിക്കുന്നു, ദാവീദ് ആര്? ഇശായിയുടെ മകൻ ആര്? വെല്ലുവിളിക്കുന്ന മനുഷ്യന്റെ ഭാവം. ദൈവബോധം നഷ്ടപ്പെട്ട തലമുറ. ശീമ നമസ്കാരത്തിൽ പാടുന്നുണ്ട്, ഈ കാലഘട്ടത്തിന്റെ ദുരിതത്തിന് കാരണം, പ്രപഞ്ചം ഇങ്ങനെ ഇളകിയാടാൻ കാരണം, രോഗാണുക്കൾ പകരാൻ കാരണം, പടരാൻ കാരണം നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട്. നാഥൻ നോക്കവെ വിറകൊണ്ടു ധരമാനവർ തൻ ദുഷ്ടതയാൽ. ഈ ഭൂമി ധര, നാഥൻ നോക്കവെ വിറകൊണ്ടു ധരമാനവർ തൻ ദുഷ്ടതയാൽ ധർമ്മക്ഷയമേറിയിടുകയാൽ ഇളകി ധരതന്നാധാരം. മനുഷ്യന്റെ ധർമ്മം ക്ഷയിച്ചപ്പോൾ, മനുഷ്യൻ അവന്റെ നിയോഗം മറന്ന് അഹങ്കരിക്കുമ്പോൾ ധർമ്മക്ഷയമേറിയിടുകയാൽ ഇളകി ധരതന്നാധാരം. പിഴപോൽ പകരം വീട്ടരുതേ സർവാധീശ തേ സ്തോത്രം. ഈ നോമ്പിൽ അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളുടെ കോപത്തിൽ ഞങ്ങൾ നശിക്കരുതേ, ഞങ്ങളുടെ പാപത്തിൽ ഞങ്ങൾ മരിക്കരുതേ. പിതാക്കന്മാർ ആ പാട്ടിന്റെ പിന്നീടും എഴുതി വെച്ചു, അനുതാപവസരമിതു തന്നെ കാലവിളംബം കൂടാതെ. നിനുവയെ നോക്കൂ, പ്രതാപമാർന്ന നിനുവ പരിതാപത്തിലേക്ക് വീണുപോയപ്പോൾ ഈ 40 നോമ്പിൽ നമ്മളോട് പറയുക, നിനുവെ പറയുക, അനുതാപവസരമിതു തന്നെ കാലവിളംബം കൂടാതെ. നീതിവിഹീനത നിശേഷം നിഖിലരുമൊരുപോൽ വെടിയട്ടെ. ഞാനും നീ ഒന്ന് നേരെയാകുമോ? പിഴപോൽ പകരം വീട്ടരുതേ സർവാധീശ തേ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന നേരത്തും ദൈവത്തിന്റെ വചനം പഠിക്കുന്ന നേരത്തും നമുക്കൊരു അവകാശമുണ്ട്. ദൈവമേ നിന്റെ കരുണ. പിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട്, ഗർഭിണിയെ വിധി കർത്താക്കൾ കൊല്ലാനേൽപ്പിക്കാത്തതുപോൽ നിന്തിരു ശബ്ദം പേറുന്ന ഭൂമിയെ നീ നശിപ്പിക്കരുതേ. ഗർഭിണിയെ ന്യായം വിധിക്കുമ്പോൾ കോടതി ഗർഭിണിയാണെങ്കിൽ ഉള്ളിലൊരു കുഞ്ഞുണ്ടായതുകൊണ്ട് കൊല്ലില്ല, വിചാരണ മാറ്റിവെക്കും. അതുപോലെ ദൈവത്തിന്റെ ശബ്ദം, അതിനെ ദൈവത്തിന്റെ വചനത്തെ ഉള്ളിൽ വഹിക്കുന്ന ഭൂമിയെ ദൈവമേ നശിപ്പിക്കല്ലേ. അതുകൊണ്ട് ദൈവവചനം പഠിക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴും വേദപുസ്തകം എടുക്കുമ്പോഴും നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയണം, ദൈവമേ നിന്റെ വചനം എൻ്റെ ഉള്ളിലുള്ള ആയതുകൊണ്ട് എന്നെ നീ നശിപ്പിക്കരുതേ. നിനിവേക്കാർക്ക് എന്താണ് സംഭവിച്ചത്? ദൈവമുണ്ട് എന്നുള്ളതൊരു ബോധ്യമാണ്. എല്ലാവർക്കും ഈ ബോധമുണ്ട്, ദൈവമുണ്ടല്ലോ, ദൈവമുണ്ട് എന്നുള്ളതൊരു ബോധമാണ്. എന്നാൽ ദൈവമുണ്ടല്ലോ എന്നുള്ളതൊരു ബോധ്യമാണ്. ജീവിതത്തിന്റെ വേദനകളിൽ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ എൻ്റെ ദൈവം ഉണ്ടല്ലോ. ദൈവം ഉണ്ടെന്ന് പിശാചിന് പോലും അറിയാം. വചനം അങ്ങനെ പറയുന്നുണ്ട്.
ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് ബോധം മാത്രമാണ്. എന്നാൽ ദൈവമുണ്ടല്ലോ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ വേദനകളിൽ, പ്രയാസങ്ങളിൽ എൻ്റെ ദൈവമുണ്ടല്ലോ എന്നുള്ളതൊരു ബോധ്യമാണ്. സോദോമിന് സാധിക്കാത്തത് നിനവയ്ക്ക് സാധിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് മാറ്റിവെക്കല്ലേ. പിശാച് നമ്മളോട് ഒരിക്കലും നോമ്പ് നോക്കണ്ടെന്ന് പറയില്ല. പിശാച് നമ്മളോട് ഒരിക്കലും പ്രാർത്ഥിക്കേണ്ടെന്ന് പറയില്ല. പിശാച് നമ്മളോട് പിന്നെ ആകട്ടെ എന്നേ പറയുള്ളൂ, പിന്നെ ആകട്ടെ എന്നേ പറയുള്ളൂ. എന്നാൽ ഇത് വലതുഭാഗത്തെ കളൻ പ്രാർത്ഥിച്ചതുപോലെ ഒരു 11-ാം മണിക്കൂറാണെന്ന് തിരിച്ചറിയുമോ? ദിസ് ഇസ് ദ 11th hour. ദിസ് ഇസ് ദ മോസ്റ്റ് നെഗ്ലിജിബിൾ ചാൻസ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ അവസാനത്തെ സാധ്യതയായിരിക്കുമോ? ജീവിക്കുന്ന ഒരു ദൈവത്തെ മുറുകെ പിടിക്കുമോ? ഏത് പാപമായിരുന്നാലും, ഏത് ബലഹീനതയായിരുന്നാലും, കാട്ടത്തിയുടെ മുകളിലിടുന്ന സക്കായിയെയും നാട്ടത്തിയുടെ ചുവട്ടിലിരുന്ന നഥനയേലിനെയും പട്ടാപ്പകൽ വന്ന സമരിയക്കാരിയെയും നട്ടപ്പാതിരയ്ക്ക് വന്ന നിക്കോദിമോസിനെയും കിടന്നു പരാതി പറഞ്ഞ ബത്സയിദ കുരുടനെയും ഇരന്നു വാങ്ങിയ ബർത്തിമായെയും പിറകെ നടന്ന് പരിഭവം പറഞ്ഞ ജ്ഞാനായക്കാരിയെയും ഒരേപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നുണ്ട്. അവസരം എനിക്ക് കിട്ടുമോ? ഒരുവന്റെ ശരീരത്തിൽ മരണം എത്തുമ്പോൾ അവൻ്റെ മനസ്സ് മരണം കാലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം. ശവസംസ്കാര ശുശ്രൂഷയിൽ ചൊല്ലുന്ന ലുത്തിനിയ, കാലിൽ നിന്ന് തലവരെ മരണം വരുന്നതിൻ്റെ ഇടയ്ക്ക് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദിസ് ഇസ് ദ മോസ്റ്റ് നെഗ്ലിജിബിൾ ചാൻസ്. അപൂർവമായൊരവസരമാണോ പ്രിയപ്പെട്ടവരെ? ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കുക. കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട്. ഓർക്കണം, അടുത്ത കാലത്ത് ഞാൻ എവിടെയോ വായിച്ച ശ്രദ്ധേയമായൊരു കുറിപ്പുണ്ട്. നമുക്ക് പിടുത്തം കിട്ടിയാലും ഇല്ലെങ്കിലും കാണാവുന്ന ദൂരത്തിൽ ആരോ ഒരാൾ നമ്മെ എല്ലാം ഉറ്റുനോക്കുന്നുണ്ട്. കാലങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുമെന്ന് അദ്ദേഹം ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ എല്ലാ കാലത്തിലും കൂടെ ഉണ്ടാവുമെന്ന് അദ്ദേഹം ചെവിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വല്ലാത്തൊരു ആന്തരിക ബലം തോന്നിയൊരു വാചകമാണ്. ഇങ്ങനെയാണ്, നമുക്ക് പിടുത്തം കിട്ടിയാലും ഇല്ലെങ്കിലും കാണാവുന്ന ദൂരത്തിൽ ആരോ ഒരാൾ നമ്മെ എപ്പോഴും ഉറ്റുനോക്കുന്നുണ്ട്. എല്ലാ കാലങ്ങളും ഒരുപോലെ ഇരിക്കുമെന്ന് അദ്ദേഹം ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ എല്ലാ കാലത്തിലും അദ്ദേഹം കൂടെ ഉണ്ടാവുമെന്ന് ചെവിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്രിസ്തു, ഇതാണ് ക്രിസ്തു. ദൈവത്തെ മുറുകെ പിടിക്കുമോ പ്രിയപ്പെട്ടവരെ? ആ വിശ്വാസം എന്നൊരു ഇരുട്ടിലൂടെയുള്ളൊരു യാത്രയാണ്. പ്രഭാതത്തെ കിനാവ് കണ്ട് പാട്ടുപാടുന്ന പക്ഷിയുടെ പേരാണ് വിശ്വാസം. പുലരുമെന്ന പ്രതീക്ഷയിൽ നേരം വെളുക്കുന്നതിന് മുമ്പേ പാട്ടുപാടി തുറക്കുന്ന പക്ഷിയുടെ പേരാണ് വിശ്വാസം. അസീസിയിലെ ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ച്. ദൈവമേ, പറുദീസ മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ മാലാഖയെ വിട്ടതിൻ്റെ വാതിലടയ്ക്കുക. നരകത്തെ പേടിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ ആ നിത്യതയിലേക്ക് എറിഞ്ഞേക്കുക. എന്നാൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ ഇരു കരങ്ങളും നീട്ടി എന്നെ സ്വീകരിക്കണമേ. പറുദീസ മാത്രം മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ അങ്ങ് ഒരു മാലാഖയെ വിട്ടതിൻ്റെ വാതിലടച്ചേക്ക്, എനിക്കത് വേണ്ട. നരകത്തെ പേടിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ അവിടെ കളഞ്ഞോളൂ. അല്ല, അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ രണ്ട് കൈയും നീട്ടി എന്നെ സ്വീകരിക്കണമേ. നിനുവെ 40 നോമ്പിന് നൽകുന്ന 2 പാഠങ്ങൾ. ഒന്ന്, ലെസൺ ഓഫ് മോർട്ടാലിറ്റി, നശ്വരതയുടെ പാഠം, നീ ഇത്രയേ ഉള്ളൂ. 2, ലെസൺ ഓഫ് മിറാക്കുലസ് റിപ്പന്റൻസ്, അത്ഭുതകരമായ അനുതാപത്തിന്റെ, ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയ സകല മുൻവിധികളെയും കാറ്റിൽ പറത്തി സത്യദൈവത്തിലേക്ക് അനുതാപത്തിലൂടെ തിരിച്ചു വന്ന അത്ഭുതകരമായ മാനസാന്തരത്തിന്റെ, അത്ഭുതകരമായ തിരിച്ചുവരവിന്റെ കഥ, വീണ്ടെടുപ്പിന്റെ ചരിത്രം. ഈ നോമ്പ് ഈ 2 ചിന്തകൾ നമ്മിലേക്ക് ദൈവം തരട്ടെ. ജീവിതം നശ്വരമാണെന്നൊരു ബോധ്യം, കുറെ കൂടെ വിനയമുള്ളവരായിരിക്കാൻ, കുറെ കൂടെ സ്നേഹമുള്ളവരായിരിക്കാൻ,
കുറെ കൂടെ ആഴത്തിൽ സ്നേഹിക്കാൻ. രണ്ടാമത്, തെറ്റിപ്പോയ ഒത്തിരി അനുഭവങ്ങളിൽ ദൈവമേ എവിടെയെങ്കിലുമൊക്കെ എനിക്കൊന്ന് തിരിച്ചു വരാൻ അവസരം എനിക്ക് കിട്ടിയില്ലെങ്കിലോ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ, ഈ ശ്രദ്ധ പ്രത്യേകിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.